ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മത്തങ്ങ ചെറുപയറും കൂടെ ഒരു എരിശ്ശേരി വെക്കാം. അതിന് മത്തങ്ങ ഞാനാണെങ്കിൽ കഴുകി കൊണ്ടുവന്ന് അത് ചെത്തി അരിഞ്ഞ് എടുത്ത് കൊണ്ടുവന്ന് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഞാൻ ആ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞതും പയറും കൂടെ കഴുകിയിട്ട് വിസിലടിച്ച് അതങ്ങ് മാറ്റി വെച്ചു. അതിൻ്റെ ഏറ് പോകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് ഞാൻ തേങ്ങ, ചുവന്നുള്ളി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കരിയാപ്പില ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി അരച്ചുകൊണ്ട് വരാം. തേങ്ങയും കൂടെ അപ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂടൊക്കെ പോയി. അപ്പോഴത്തേക്ക് ആ കഷ്ണമെല്ലാം നമുക്ക് ഉടച്ചെടുക്കാം. മത്തങ്ങയും പയറും കൂടെ അത് ഉടച്ചെടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് അരപ്പ് തട്ടിയിടാം. അരപ്പ് തട്ടിയിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി അരപ്പെല്ലാം തട്ടിയിട്ട് അതൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകി ഒന്ന് കഴുകി അതിനകത്തോട്ട് ഒഴിക്കാം. അരപ്പിനകത്തോട്ട് എന്നിട്ടത് ചൂവിനെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ബെല്ല് വരും. ബെല്ലിലും കൂടെ ഒന്ന് അമർത്തുമ്പം ഓളെന്ന ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ കറിയെല്ലാം തിളച്ച് വരാൻ വേണ്ടി തുടങ്ങുന്നു. ഇച്ചിരി ഉപ്പും കൂടെ വേണം. അന്നേരം ഇച്ചിരി ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഉപ്പ് കുറവായിരുന്നു. കഷ്ണം ഞാൻ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടായിരുന്നു വെച്ചത്, ഉപ്പും മഞ്ഞൾപ്പൊടി. അപ്പം ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തൊഴിക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചപ്പോൾ ഇച്ചിരി പപ്പടം 2 കിടപ്പുണ്ടായിരുന്നു. അതുകൂടെ ഞാൻ കാച്ചി വെച്ചിട്ട് ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ കടുക് കൂടിയിട്ട് പൊട്ടിച്ച് ചോറുണ്ണാനേ ഉച്ചയ്ക്ക്. അപ്പോൾ ആ എണ്ണ വേസ്റ്റായി പോത്തുമില്ല, പിന്നെ വെച്ചിരുന്നാലും കൊള്ളത്തില്ലല്ലോ. അതുകൊണ്ട് കടുകിട്ട് പൊട്ടിയപ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ട് ആ കരിയാപ്പിലയൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി തേങ്ങ കൂടി തിരുമ്മി അതിൻ്റെ കൂടെ ഇട്ട് തേങ്ങയിട്ട് 2 വറ്റൽമുളകും കൂടെ അതിൻ്റെ കൂടെ കണ്ടിച്ചിട്ടായിരുന്നു കേട്ടോ. അതങ്ങ് കട്ടായിപ്പോയി. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് കറിക്കകത്തോട്ട് ഒഴിച്ച് ഇളക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ ഒഴിച്ച് ഇളക്കാൻ നല്ല ഒരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.